അപ്പൊ അങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് പോവാം. അടുത്തൊരു ഇതുപോലത്തെ ഒരു പർട്ടിക്കുലർ എഫക്റ്റിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമ്മൾ എങ്ങനെയാ വന്നതെന്നുള്ള മാർക്ക് ചെയ്തിട്ടോ. നമ്മള് കുറച്ച് ഫെയിലിയർ ഉണ്ടായിരുന്നു. ആ ഫെയിലിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോറ് കൊണ്ടുവന്ന മോഡല് നമ്മൾ എന്ത് ചെയ്യാണ്, അല്ല ആരാണ്, പ്ലാങ്ക്സ് ക്വാണ്ടൈസേഷൻ അല്ലെ, പ്ലാങ്ക് കൊണ്ടുവന്ന മോഡല് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മേഖലയിലേക്ക് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞേ, ഐൻസ്റ്റൈൻ ഇങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സോൾവ് ചെയ്തത് ലൈറ്റ് വേവ് അല്ല, പകരം എന്താണ്, ഒരു പാർട്ടിക്കിൾ ആണ്. സബാറ്റോമിക് ലെവലിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കാണെച്ചാൽ ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണ്. ആ പാർട്ടിക്കിൾസിന് ഫോട്ടോൺ എന്ന് പേര് വിളിച്ചു അല്ലെ. ഇനി നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഒന്നുകൂടെ ഞാൻ പറയാം. എന്താ ചെയ്യണേ, ലൈറ്റ് വരുന്നു, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആരെ വരുന്നേ, ഫോട്ടോൺ വരുന്നു. അയാളുടെ മുഴുവൻ എനർജി മാർക്ക് കൊടുക്കുന്നു. ആ മെറ്റലിന്റെ സർഫസിലുള്ള ഒരു ഇലക്ട്രോൺ കൊടുക്കുന്നു. ആ ഇലക്ട്രോൺ ആ എനർജിയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. ക്ലിയർ ആണല്ലോ. എന്താ ചെയ്യണേ, ഫോട്ടോൺ വരുന്നു, അയാളുടെ മുഴുവൻ എനർജിയും മാർക്ക് കൊടുക്കുന്നു, ഇലക്ട്രോണിന് കൊടുക്കുന്നു, മെറ്റലിന്റെ സർഫസിലുള്ള ഇലക്ട്രോണിന് കൊടുക്കുന്നു, ഇലക്ട്രോൺ ആ എനർജിയും കൊണ്ട് പോകുന്നു അല്ലെ. അതിൽ എനർജി എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, ഒന്ന് അവിടുന്ന് പറഞ്ഞു പോരാനും പിന്നെ ബാക്കിയുള്ള എനർജി ദൂരേക്ക് പോകാൻ. ഓക്കെ. എന്നാൽ കോംപ്റ്റൺ എന്ന് പറഞ്ഞ ആള് ഇതുപോലെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിനിടക്ക് എന്ത് ചെയ്തു, കുറച്ച് ഒബ്സർവേഷൻസ് നടത്തി. അതായത് ലൈറ്റ് ഇതുപോലെ ചില ഇലക്ട്രോൺസിനെ ഒന്ന് തട്ടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എന്താണ്, ആ പോകുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റ് വന്ന് ഒരു മെറ്റാലിക് സർഫസിൽ തട്ടി അത് പുറത്തേക്ക് പോകുമ്പോൾ റിഫ്ലക്ട് ചെയ്ത് പോവാന്ന് പറയും. ആ പോകുന്ന ഫോട്ടോൺസിന്റെ വേവ് ലെങ്ത് കൂടുന്നതായി കണ്ടു. ഓക്കെ. അല്ലെങ്കിൽ എനർജി കുറയുന്നതായിട്ട് കണ്ടു. എനർജി കുറയാന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കുറയുന്നതായിട്ട് കണ്ടു. ഇത് മൂന്നും റിലേറ്റഡ് ആണല്ലോ. E = h nu അല്ലെങ്കിൽ E = hc by lambda എന്നുള്ള റിലേഷൻ പ്രകാരം മൂന്നും റിലേറ്റഡ് ആണ്. അപ്പോ ഫോട്ടോൺസ് വന്ന് ഒരു സർഫസിൽ ഹിറ്റ് ചെയ്ത് പോകുമ്പോൾ എന്താണ്, ആ ഫോട്ടോൺസിന്റെ വേവ് ലെങ്ത് കൂടുന്നതായിട്ട് കണ്ടു, അല്ലെങ്കിൽ എനർജിയും ഫ്രീക്വൻസിയും കുറയുന്നതായിട്ട് കണ്ടു. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ആ എഫക്റ്റിന് നമ്മൾ കോംപ്റ്റൺ എഫക്ട് എന്ന് പറയും. എന്താ പറയാ, കോംപ്റ്റൺ എഫക്ട് എന്ന് പറയും. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത ആള് കോംപ്റ്റൺ തന്നെയാണ്. ഓക്കെ. ആ എക്സ്പ്ലനേഷന് മാത്രമായിട്ട് എന്തിട്ടുണ്ട്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ നമ്മളൊരു പിന്നെ മഹത്തായ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് എന്താണ്, ഒരാൾക്ക് നോബൽ പ്രൈസ് കിട്ടിയ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. അങ്ങനെ പലതും നമ്മൾ ഇനി ചെയ്യാനിരിക്കുന്നു. അപ്പോ കോംപ്റ്റൺ എഫക്ട് ഞാൻ പറഞ്ഞു, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഫോട്ടോണിന്റെ മുഴുവൻ എനർജിയും ഇലക്ട്രോൺ എടുത്തിട്ട് ഇലക്ട്രോൺ കൊണ്ട് പോവാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇത് ശരിക്കും ഒരു കൊളീഷനാണ്. ഒരു കൊളീഷൻ ആണോ നടക്കുന്നത്, ആരൊക്കെ തമ്മിൽ, ഫോട്ടോൺ വന്ന് ഇലക്ട്രോണിൽ ഇടിച്ചിട്ട് കുറച്ച് എനർജി അങ്ങോട്ട് പിടിച്ചിട്ട് തിരിച്ചു പോകുന്നു. ഓക്കെ. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ഡയഗ്രമാറ്റിക്കലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു ഫോട്ടോൺ വരുന്നു, ഫോട്ടോൺ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊടുക്കണ്ടേ കേട്ടോ. ഒരു വേവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനമാണ് ഫോട്ടോൺ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊടുക്കണ്ടേ. അപ്പൊ ഒരു ഫോട്ടോൺ വരുന്നു. ഓക്കെ. ആ ഫോട്ടോണിന്റെ എനർജി എത്രയാണ്, h nu അല്ലെ, h nu. ഇനി ഇവിടെ ആരുണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ. ഇതൊരു ഇലക്ട്രോൺ ആണെന്ന് കരുതുക. ഈ ഫോട്ടോൺ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇലക്ട്രോണിനെ ഹിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യാണ്. അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് തെറിക്കുന്നുണ്ട് രണ്ട് സൈഡിലേക്ക്. അങ്ങനെ തെറിക്കുന്നത്, ഞാൻ ആ ഡയഗ്രാം ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം നല്ലത്. പല ടെക്സ്റ്റിലും ഫോട്ടോൺ ഇതിലെ പോകുന്നുണ്ട്, നമുക്ക് ഇതിലെ പോകുന്നതായിട്ട് മാൻ ചെയ്യാം. ഇതിലെടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ കൺവെൻഷൻ പ്രകാരം ഞാൻ ഇങ്ങനെ എടുക്കണേ. ഓക്കെ. അപ്പോ ഫോട്ടോൺ വന്ന് ഇലക്ട്രോണിനെ തട്ടി, ഇങ്ങനെ തട്ടിയിട്ട് രണ്ടാളും രണ്ട് വഴിക്ക് പോവാണ്, തെറിച്ചു പോവാണ്. ഓക്കെ. അപ്പൊ ഫോട്ടോൺ എന്ത് ചെയ്തു, ഇങ്ങനെ പോയി. അതുപോലെ ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഇങ്ങനെ പോയി. ഇവിടെ നൊട്ടേഷൻ ശ്രദ്ധിക്കണം. നമ്മളിവിടെ വേവ് ആയിട്ടാണ് ഫോട്ടോൺ വരുന്നത്, അത് വേവ് ആയിട്ട് തന്നെ വരക്കണം. ഫോട്ടോൺ ആണ് ഈ പോകുന്നത്, അത് വേവ് ആയിട്ട് വരക്കണം. പക്ഷെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഇതിൽ തെറിച്ചു പോകുമ്പോൾ എന്താണ്, അത് ലൈനായിട്ട് വരക്കണം, അതൊരു പാർട്ടിക്കിൾ ആണ്. ഓക്കെ. ഇനി ഇങ്ങനെ പോകുന്ന ഈ ഫോട്ടോൺ ഉണ്ടല്ലോ, അതിന്റെ വേവ് ലെങ്ത് ആണ് മാറ്റം, അല്ലെങ്കിൽ അതിന്റെ എനർജിക്കും ഒക്കെയാണ് മാറ്റം. ഓക്കെ. അപ്പൊ വരുന്ന ഫോട്ടോന്റെ എനർജി h nu ആണ്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി ന്യൂ ആണ്. അതുപോലെ ഇതുപോലെ ഇവിടുന്ന് കൊളൈഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിന്റെ ഫ്രീക്വൻസി എത്രയാണ്, ന്യൂ ഡാഷ് ആണ് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ എനർജി എത്രയാവും, E' = h nu dash എന്ന് വരും അല്ലെ. അതുപോലെ ഇതിൽ ആര് പോകുന്നുണ്ട്, ആ ഇലക്ട്രോണ് തെറിച്ച് പോകുന്നുണ്ട്. ഇതാണ് കോംപ്റ്റൺ എഫക്ട്. ഓക്കെ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് കോംപ്റ്റൺ എഫക്ട്.
ഇതിന് എപ്പോഴും ചോദിക്കാറുള്ള ഫൈൻഡ് ദ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ദി വേവ് ലെങ്ത് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ന്യൂ അല്ലേ, അത് ന്യൂ ഡാഷ് ആയി മാറി അല്ലേ. അല്ലെങ്കിൽ ഇതിന്റെ വേവ് ലെങ്ത് പറയാൻ വെച്ചാൽ ഇത് ലാംഡയാന്ന് എഴുതാം. വരുന്ന ഫോട്ടോന്റെ വേവ് ലെങ്ത് ലാംഡ എന്ന് എഴുതാം. പുറത്തേക്ക് പോകുന്ന ആളുടെ വേവ് ലെങ്ത് എന്താണ്, ലാംഡ ഡാഷ് ആണ് എഴുതുക. അപ്പൊ നമുക്ക് ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് എന്നുള്ള ഒരു ഫോർമുല കണ്ടെത്തണം അല്ലേ. ലാംഡ ഡാഷ് മൈനസ് ലാംഡക്കുള്ള ഒരു ഫോർമുല നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ബോർഡിന്റെ പരിമിതി മൂലം ഞാൻ അത് നോട്ടിലാണ് എഴുതി കാണിച്ചു തരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ കോംപ്റ്റൺ എഫക്റ്റിന്റെ ഡെഫിനിഷൻ ഞാനൊന്ന് പറയാം, ഒന്ന് എഴുതിയെടുക്കുക. ഇറ്റ് ഈസ് ദ ഫിനോമിന ബൈ വിച്ച് വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ ഈസ് ഇൻക്രീസ്ഡ് ബൈ കൊളൈഡിങ് വിത്ത് എ വീക്ക്ലി ബൗണ്ട് ഇലക്ട്രോൺ. വീക്ക്ലി ബൗണ്ട് ആയിട്ടുള്ളൊരു ഇലക്ട്രോണുമായിട്ട് ഫോട്ടോൺ കൊളൈഡ് ചെയ്യുമ്പോൾ പിന്നെ അവിടുന്ന് സ്കാറ്റർ ചെയ്ത് വരുന്ന ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാൽക്കുലേഷനിലേക്ക് പോവാം. അപ്പോൾ നോക്കുക, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫോട്ടോൺ ഇങ്ങനെ വരികയാണ്. ഓക്കെ, അത് വന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ഈ പറയപ്പെട്ട വീക്ക്ലി ബൗണ്ട് ഇലക്ട്രോൺ നിൽക്കുന്നത്. ഇതാണ് എന്ത്, ഇലക്ട്രോൺ അറ്റ് റെസ്റ്റ്. ഈ ഇലക്ട്രോൺ ഇവിടെ നിൽക്കുകയാണ്, റെസ്റ്റിലാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. ഇനി ഇവിടുന്ന് ആര് വരുന്നുണ്ട്, ഫോട്ടോൺ വരുന്നുണ്ട്. ഫോട്ടോൺ വന്ന് ഇതിനെ ഇടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലെ സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഫോട്ടോൺ എന്ത് ചെയ്യുന്നുണ്ട്, സ്കാറ്ററിങ്ങിന് ശേഷം ഇതിലെങ്ങനെയും പോകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് 1-2 ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. നമുക്കറിയാം എനർജീൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, E=mc² ആണ്. ഓക്കെ, ഇനിയൊരു ഫോട്ടോണിൻ്റെ കേസിൽ എനിക്ക് ഇതിനെന്ത് ചെയ്യാം, mc×c എന്ന് എഴുതാം. ഇത് കൂടെ ഇനി mc എന്ന് പറഞ്ഞാൽ ഫോട്ടോണിൻ്റെ വെലോസിറ്റിയാണ്. ലൈറ്റിൻ്റെ വെലോസിറ്റി c അല്ലേ, ഫോട്ടോൺ ലൈറ്റിനകത്തുള്ളതല്ലേ, അതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി എന്താണ്, c തന്നെയാണ്. ഇനി p=mv അല്ലേ. അപ്പോൾ ഫോട്ടോണിൻ്റെ കേസിൽ mc അല്ലേ, mv എന്നുള്ളത് വിൻ്റെ സ്ഥാനത്ത് c വരും. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്താം, p എന്ന് എഴുതാം. അപ്പോൾ E=pc എന്നുള്ളത് ഒരു എനർജിക്കുള്ള എക്സ്പ്രഷനാണ്. അതൊന്നാണ് ആവശ്യം വരിക. ഇനി അതുപോലെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മറ്റൊരു സാധനം, ഈ എനർജി h nu എന്നൊരു ഫോർമാറ്റ് മാർക്കുണ്ട്, ഫോട്ടോണുണ്ട് അല്ലേ. അപ്പോൾ E=pc ആണല്ലോ. അപ്പോൾ pc=h nu എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് p=h nu/c എന്നൊന്നും എഴുതാം അല്ലേ. അതായത് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എന്താണ്, h nu/c ആണ്. അങ്ങനെ 2 എക്സ്പ്രഷൻസ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ കേസ് ഇവിടെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അതുപോലെ മൊമെൻ്റം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഫോട്ടോൺ ഒരു വെലോസിറ്റി ആയിട്ട് അങ്ങോട്ട് വരുന്നത് അല്ലേ. ഫോട്ടോണിന് സ്പീഡ് ഉണ്ട്, അതുകൊണ്ട് ഫോട്ടോണിന് എന്തുണ്ട്, ഒരു മൊമെൻറ്റം ഉണ്ട്. അപ്പോൾ ഫോട്ടോണിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം എന്താണ്, p ആണെന്ന് കരുതുക. ഓക്കെ, അതുപോലെ ഫോട്ടോണിൽ വരുന്ന ഫോട്ടോണിന് ഒരു എനർജി ഉണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി ന്യൂ കാണിച്ചാൽ ഇതിൻ്റെ എനർജി എന്താവും, h nu എന്നാവും. ശരിയല്ലേ. ഇനി ഇവിടെ ഫോട്ടോൺ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തട്ടി സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ സ്കാറ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എനർജിയും അതുപോലെ മൊമെൻറ്റും ഒക്കെ മാറും. അപ്പോൾ സ്കാറ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ മൊമെൻറ്റം എത്രയാണ്, ഇവിടെ p ആയിരുന്നല്ലോ, ഇവിടെ p' ആണെന്ന് കരുതുക. അതുപോലെ എനർജി h nu അല്ലേ, അത് ന്യൂ ഡാഷ് ആയി മാറില്ലേ, അതുകൊണ്ട് എനർജി E'=h nu' ആണെന്ന് കരുതുക. ഓക്കെ, ഫോട്ടോണിൻ്റെ കേസ് വരുമ്പോൾ പിയും ഇയും പോകുമ്പോൾ p'-ഉം e'. ഇനി ഇലക്ട്രോൺ, ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ ഇവിടെ എന്താണ്, റെസ്റ്റിലാണ്. റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ആളുടെ എനർജി എന്താണ്, റെസ്റ്റ് മാസ് എനർജി എത്രയാണ്, E0 അല്ലേ. അല്ലെങ്കിൽ E0=mc² ആണെന്ത്, ഈ ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എനർജി. ഇത് മാത്രമായിരുന്നു ഇലക്ട്രോണിന് ആദ്യം ഉണ്ടായിരുന്ന എനർജി. അപ്പോൾ ഇനീഷ്യൽ എനർജി എന്താണ്, E0. ഇനി ഇലക്ട്രോൺ അവിടുന്ന് സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന എനർജി എത്രയാണ്, E ആണെന്ന് കരുതുക. ഓക്കെ, ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്തതിന് ശേഷം അതിന് കിട്ടുന്ന എനർജി E ആണെന്ന് കരുതുക. ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം എത്രയാണെന്ന് കരുതുക, PE ആണെന്ന് കരുതുക.
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇലക്ട്രോൺ ആദ്യം റെസ്റ്റിലായിരുന്നതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് അതിൻ്റെ മൊമെൻറ്റം ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണ്. പക്ഷേ സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറിച്ച് പോവാണ്, വെലോസിറ്റി ഉണ്ട്. അതുകൊണ്ട് അതിന് ഒരു മൊമെൻറ്റം സ്പീഡ് ഉണ്ടാവും. അതുകൊണ്ട് P=mv അല്ലേ, അതുകൊണ്ട് വെലോസിറ്റി ഉണ്ടാവും, അതുകൊണ്ട് ഒരു മൊമെൻറ്റം ഉണ്ടാകും. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഇനി നമുക്ക് ഇതെന്താണ്, ഇത് പിന്നെ ഒരു ഫ്രെയിം വരക്കാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് കൊളീഷൻ സംഭവിച്ചിട്ടില്ല, ഇങ്ങനെയല്ലേ പോകണ്ടേ. ഇനി ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഈ ഫോട്ടോൺ സ്കാറ്റർ ചെയ്ത ആംഗിൾ നമ്മൾ എന്താക്കിയിട്ട് എടുക്കണേ, ഫൈ ആക്കിയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഫോട്ടോൺ സ്കാറ്റർ ചെയ്ത് പോകുന്ന ആംഗിളാണ് ഫൈ. ഈ ഡയഗ്രാം തിരിച്ചും മറിച്ചൊക്കെ വരാറുണ്ട്, പല ടെക്സ്റ്റിലും പല രീതിയിലാണ്. അതുപോലെ ഈ ആംഗിൾ ഫൈ എന്ന് എടുക്കാറുണ്ട്, തീറ്റ എന്ന് എടുക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് നൊട്ടേഷൻ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞ പാർട്ടിക്കിൾ അപ്രോച്ച് വെച്ചിട്ടാണ് കോംപ്റ്റൺ ഇത് സോൾവ് ചെയ്തത്. ഇതൊരു വേവിന് പകരം ഫോട്ടോൺ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ വന്നിട്ട് ഇതിനെ കൊളൈഡ് ചെയ്യുന്ന ഒരു ഇലാസ്റ്റിക് കൊളീഷനായിട്ട് ഇതിനെ ഇമാജിൻ ചെയ്തു. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫോട്ടോൺ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ടിക്കിളിനെ കൊളൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്തത്. അല്ലാതെ ഫോട്ടോൺ അല്ലെങ്കിൽ ലൈറ്റ് ഒരു വേവ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഓക്കെ, ഈ ഒരു കേസിൽ അപ്പോൾ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ് മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ആഫ്റ്റർ കൊളീഷൻ. ബിഫോർ കൊളീഷൻ ആർക്കൊക്കെയാണ് മൊമെൻറ്റം ഉണ്ടായിരുന്നത്? ഫോട്ടോണിന് മാത്രം. ഇലക്ട്രോൺ റെസ്റ്റിലായിരുന്നു, അതിൻ്റെ മൊമെൻറ്റം 0 ആണ്. ആഫ്റ്റർ കൊളീഷനോ ഇലക്ട്രോണിനും ഉണ്ട്, അതുപോലെ ഫോട്ടോണിനും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എങ്ങനെ എഴുതാം? മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ പ്ലസ് മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 0 അല്ലേ. ഇതാണ് ഇനീഷ്യൽ മൊമെൻറ്റം ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഓഫ് ഫോട്ടോൺ, അത് P' അല്ലേ, നമ്മളിവിടെ P' എടുത്തിട്ടില്ലേ, പ്ലസ് മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ അല്ലേ. എന്താണ് ഇലക്ട്രോണിൻ്റെ സ്കാറ്ററിങ്ങിന് ശേഷമുള്ള മൊമെൻറ്റം PE അല്ലേ. അതുകൊണ്ട് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എങ്ങനെ എഴുതാം? P+0 ഈക്വൽ ടു P' പ്ലസ് PE എന്ന് എഴുതാം. ഇനി അതിൽ നിന്ന് ഞാൻ ഈ PEക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുകയാണ്. എന്താണ്? മൊമെൻറ്റം ഓഫ് എനർജിന് ഇതിൽ നിന്ന് തന്നെ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? PE ഈക്വൽ ടു എന്താ കിട്ടുക? P മൈനസ് P' എന്ന് കിട്ടും അല്ലേ. ഇനി നിങ്ങൾ വെക്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും ഇത് പിന്നെ സ്ക്വയർ ചെയ്താൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് അല്ലേ. A+B വെക്റ്റർ A+Bൻ്റെ സ്ക്വയർ എന്താ? വെക്റ്റർ A പ്ലസ് വെക്റ്റർ B സ്ക്വയർ എന്തായിരുന്നു? A² പ്ലസ് B² പ്ലസ് 2AB cos θ where θ is the angle between them എന്നല്ലേ. അതുപോലെ നമുക്ക് ഇതിനെ ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? PE² ഈക്വൽ ടു P മൈനസ് P' സ്ക്വയർ എന്ന് പറഞ്ഞാൽ P² പ്ലസ് P' സ്ക്വയർ, ഇത് A മൈനസ് B അല്ലേ, മൈനസ് 2P P' കോസ് എന്താണ് ഇവിടെ എൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. ഇവിടെ പിയും P' തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? P എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. P' എങ്ങനെയാണ്? ഇതാണ്. അപ്പോൾ പിയും P' തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഫൈ ആണ് അല്ലേ. അതുകൊണ്ട് എന്ത് വരും? PE² പ്ലസ് P² ഈക്വൽ ടു P² പ്ലസ് P' മൈനസ് 2P P' കോസ് ഫൈ എന്ന് വരും. കറക്റ്റ് അല്ലേ. ഇനി നമ്മൾ നേരത്തെ കണ്ടെത്തിയൊരു എക്സ്പ്രഷൻ P ഈക്വൽ ടു hν/c എന്ന് പറഞ്ഞ ഈ എക്സ്പ്രഷൻ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തിനും കിട്ടും? PE² ഈക്വൽ ടു P² പകരം hν/c അല്ലേ. അപ്പം എന്ത് കിട്ടും? h² ν² പ്ലസ് h² ν' എന്ന് വരും. ഇത് P' ആണ് അല്ലേ. അപ്പം ν'² മൈനസ് 2 ഇൻറ്റു P എന്ന് പറഞ്ഞാൽ എന്താണ്? hν/c. P' എന്ന് പറഞ്ഞാലോ hν'/c. അപ്പോൾ ഇവിടെ h²/c² കോമൺ ആയിട്ടുണ്ടാവില്ലേ, ഇൻറ്റു ν' കോസ് ഫൈ എന്ന് വരും. കറക്റ്റ് അല്ലേ. P എന്ന് പറഞ്ഞാൽ hν/c, P' എന്ന് പറഞ്ഞാൽ hν'/c. ഇപ്പം രണ്ടിലും h/c കോമൺ ആണ്. അപ്പോൾ h²/c² എന്ന് വരും
അല്ലേ? ഇതിനെനിക്ക് ഇതിനകത്തുനിന്ന് എല്ലാത്തും h²/c² കോമൺ ആക്കി എടുക്കാം അല്ലേ? അപ്പം എന്താ കിട്ടുക? PE² = h²/c² ഇൻറ്റു ν² പ്ലസ് ν' മൈനസ് 2ν cos φ എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഇതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യാം. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്താണ്? എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽ ടു എനർജി ആഫ്റ്റർ കൊളീഷൻ. ആദ്യം നമുക്ക് അതിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. ഫോട്ടോണിൻ്റെ എനർജി എത്രയാണ് ബിഫോർ കൊളീഷൻ? E ആണ് അല്ലേ? അതുപോലെ ഇലക്ട്രോണിൻ്റെ എനർജി എന്താണ്? E0 ആണ്. അതെന്താണ്? അതിൻ്റെ റെസ്റ്റ് മാസ് എനർജിയാണ്, = mc². അതുപോലെ ഫോട്ടോൺ കൊളീഷന് ശേഷം എത്രയാണ് എനർജി? E' ആണ് അല്ലേ? hν'. ഫ്രീക്വൻസി മാറി. അതുപോലെ ഇലക്ട്രോൺ സ്കാറ്ററിങ്ങിന് ശേഷം എത്രയാണ്? E ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇനീഷ്യൽ എനർജി ഓഫ് ഫോട്ടോൺ പ്ലസ് ഇനീഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ഈസ് E0 ഈക്വൽ ടു എന്താ വരിക? ഇനീഷ്യൽ ഫൈനൽ എനർജി ഓഫ് ഫോട്ടോൺ എത്രയാണ്? E' പ്ലസ് ഫൈനൽ എനർജി ഓഫ് ഇലക്ട്രോൺ. അതിന് നമുക്ക് E എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അറിയുന്നതുണ്ട് അറിയാത്തതുണ്ട്. ഓക്കെ, എനർജി ഓഫ് ഇനീഷ്യൽ ഫോട്ടോൺ എത്രയാണ്? hν ആണ്, അത് നമുക്കറിയാം. റെസ്റ്റ് മാസ് എനർജി ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? mec² ആണ്. me ഈസ് ദി മാസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, അതുപോലെ ഇലക്ട്രോണിൻ്റെ ഫോട്ടോണിൻ്റെ സ്കാറ്ററിങ്ങിന് ശേഷമുള്ള എനർജി എത്രയാണ്? hν' ആണ്. ഫ്രീക്വൻസി മാറി. പക്ഷേ ഇത് നമുക്കറിയില്ല, ഇത് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. നിങ്ങൾ മെക്കാനിക്സിൽ ജനറൽ ഫോം ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മൂവിങ് പാർട്ടിക്കിളിലെ ഇത് റെസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ എനർജിയാണ്. നമ്മൾ സാധാരണ ഈ E = mc² എന്ന് പറയാറുണ്ടല്ലോ, ആ എനർജി എന്ന് പറയുന്നത് റെസ്റ്റ് മാസ് എനർജിയാണ്. പക്ഷേ ജനറൽ ഫോം ഓഫ് എനർജി എന്താണ്? E = മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ചതാണ്. എന്താണ്? P²c² പ്ലസ് m02 c⁴ എന്നുള്ളൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇലക്ട്രോൺ ആയതുകൊണ്ട് ഞാൻ E എന്ന് കൊടുത്തു. അതുപോലെ P²c² അത് PE² എന്ന് കൊടുക്കുക അല്ലേ? PE² c² പ്ലസ് me² c⁴ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമ്മൾ നേരത്തെ PE² ഒരു എക്സ്പ്രഷൻ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ഇക്വേഷൻ നമ്പർ 1 എന്തേ? PE² എന്തായിരുന്നു? h²/c² ഇൻറ്റു ν² പ്ലസ് ν'² മൈനസ് 2ν⁻ cos φ. ഈ എക്സ്പ്രഷൻ PE² എക്സ്പ്രഷൻ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, കുറച്ച് ലെങ്തിയാണ് ഈ ഡെറിവേഷൻ, ചെയ്തേ മതിയാവുള്ളൂ. essay ക്വസ്റ്റ്യൻ ആണ്, ഏകദേശം ഷുവറാണ്. ഞാൻ ആ PE² എക്സ്പ്രഷൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പം PE² എന്തായിരുന്നു? നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 നോക്കുക. h²/c² ഇൻറ്റു ν² പ്ലസ് ν'² മൈനസ് 2ν⁻ cos φ എന്നാണ് അല്ലേ? അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഈ PE² പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ h²/c² ഉണ്ട്, ഇവിടെ PE² c² ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ c²ഉം ഈ c² കട്ട് ചെയ്ത് പോവേ. അപ്പോൾ എന്ത് കിട്ടും? E = PE² പകരം h²/c² ഇൻറ്റു ν² പ്ലസ് ν'² മൈനസ് 2ν⁻ cos φ ഇൻറ്റു P² കഴിഞ്ഞിട്ട് c² അല്ലേ? c² പ്ലസ് me² c⁴ എന്ന് അല്ലേ? ഇത്രയും ക്വാണ്ടിറ്റി എന്താണ്? റൂട്ടിനകത്താണ് അല്ലേ? അപ്പോൾ = c²ഉം അതുപോലെ ഈ c² കട്ട് ചെയ്ത് പോകും. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ ഇവിടെ നിന്ന് ഒരു h² പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് ചെയ്താൽ h² റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്താൽ h ×
എന്താ വരിക, ന്യൂ സ്ക്വയർ പ്ലസ് ന്യൂ ഡാഷ് സ്ക്വയർ മൈനസ് 2 ന്യൂ ഡാഷ് കോസ് 5 പ്ലസ് ME സ്ക്വയർ C⁴ h² എന്ന് വരും. ഇവിടുന്ന് h² നമ്മൾ കോമൺ ആക്കി എടുത്തില്ലേ, അപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ h ആയി, അപ്പം ഇങ്ങനെ കിട്ടും. ഇതാണെന്ത് ഇ. ഇനി ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ h⁻ പ്ലസ് MeC² ഈക്വൽ ടു h⁻ ഡാഷ് പ്ലസ് ഇക്ക് വരെ നമ്മളിപ്പോൾ ഇത് കണ്ടെത്തി അല്ലേ. അപ്പോൾ നേരെ ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, ഇത് h⁻ പ്ലസ് MeC² ഈക്വൽ ടു h⁻ ഡാഷ് പ്ലസ് h into root of ന്യൂ സ്ക്വയർ പ്ലസ് ന്യൂ ഡാഷ് സ്ക്വയർ മൈനസ് 2 ന്യൂ ഡാഷ് കോസ് 5 പ്ലസ് ME² C⁴ എന്ന് കിട്ടും അല്ലേ. ജസ്റ്റ് ഒന്ന് നോക്കാം, ഞാൻ മാറിപ്പോയി, അതായത് ഫോക്കസ് മാറിപ്പോയി. കറക്റ്റ് അല്ലേ, ഇങ്ങനെ തന്നെയല്ലേ കിട്ടുക. ഇനി ഇതിനകത്തൊക്കെ h കോമൺ ആണ്, ഇവിടെ h ഉണ്ട്, ഇവിടെ MeC² മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇവിടെ h ഉണ്ട്, ഇവിടെ h ഉണ്ട്. ഓക്കെ, അപ്പം h കട്ട് ചെയ്ത് കളഞ്ഞാൽ ന്യൂ പ്ലസ് MeC² ബൈ h, അല്ലെങ്കിൽ ഒരു h കൊണ്ട് എൻ്റെ ഇക്വേഷൻ ഡിവൈഡ് ചെയ്താൽ മതി, ഈക്വൽ ടു ന്യൂ ഡാഷ് പ്ലസ് റൂട്ട് ഓഫ് ന്യൂ സ്ക്വയർ പ്ലസ് ന്യൂ ഡാഷ് സ്ക്വയർ മൈനസ് 2 ന്യൂ ഡാഷ് കോസ് 5 പ്ലസ് ME² C⁴ h² എന്ന് വരും. കറക്റ്റ് അല്ലേ. അല്ലെങ്കിൽ ന്യൂ മൈനസ് ന്യൂ ഡാഷ് പ്ലസ് MeC² h ഈക്വൽ ടു റൂട്ട് ഓഫ് ന്യൂ സ്ക്വയർ പ്ലസ് ന്യൂ ഡാഷ് സ്ക്വയർ മൈനസ് 2 ന്യൂ ഡാഷ് കോസ് 5 പ്ലസ് ME² C⁴ h² എന്ന് വരും അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യുക. സ്ക്വയറിങ് പെട്ടെന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഇത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് കുറച്ച് ടെഡിയസ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇത് A പ്ലസ് B എന്നുള്ള ഫോമല്ലേ, ഞാൻ ഡയറക്റ്റ് ചെയ്യണേ. ഇതിനെ നമ്മൾ ഒറ്റ ടേം ആക്കി എടുക്കുക, അതുപോലെ ഇതിനൊന്ന്. അപ്പോൾ A പ്ലസ് B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A² പ്ലസ് B² പ്ലസ് 2AB അല്ലേ. അപ്പോൾ ന്യൂ മൈനസ് ന്യൂ ഡാഷ് സ്ക്വയർ A² പ്ലസ് B² എന്ന് പറയുമ്പോൾ ME² C⁴ h² പ്ലസ് 2AB അല്ലേ. അപ്പോൾ 2 ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ ഡാഷ് ഇൻറ്റു MeC² h 2AB എന്നായി അല്ലേ. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡായി. ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് താഴെ ഇതാണ്, ലെങ്ത് ആയതുകൊണ്ട് സ്ക്വയറിനകത്തല്ലേ, അപ്പോൾ സ്ക്വയർ ചെയ്യാൻ എളുപ്പമുണ്ട്. ന്യൂ സ്ക്വയർ പ്ലസ് ന്യൂ ഡാഷ് സ്ക്വയർ മൈനസ് 2 ന്യൂ ഡാഷ് കോസ് 5 പ്ലസ് ME² C⁴ h² എന്ന് വരും അല്ലേ. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം A മൈനസ് B ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ. അപ്പോൾ എങ്ങനെ കിട്ടുക, അപ്പോൾ ന്യൂ സ്ക്വയർ പ്ലസ് ന്യൂ ഡാഷ് സ്ക്വയർ A² പ്ലസ് B² മൈനസ് 2AB അല്ലേ, മൈനസ് 2 ന്യൂ ഡാഷ് എന്ന് കിട്ടും. പ്ലസ് അതിനകത്ത് ഇവിടെ ഈ ME² C⁴ h² ME² C⁴ കട്ട് ചെയ്ത് കളയാം. ഇത് ഇപ്പുറത്തും അപ്പുറത്തും അല്ലേ, അപ്പോൾ ഈ ടേമും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് 2 ന്യൂ മൈനസ് ന്യൂ ഡാഷ് ഇൻറ്റു MeC² h ഈക്വൽ ടു എന്താ വരിക, ഇത് ന്യൂ സ്ക്വയർ പ്ലസ് ന്യൂ ഡാഷ് സ്ക്വയർ മൈനസ് 2 ന്യൂ ഡാഷ് കോസ് 5 എന്ന് വരും. ഇനി ന്യൂ സ്ക്വയർ ന്യൂ ഡാഷ് സ്ക്വയർ
കട്ട് ചെയ്ത് പോകും അല്ലേ. ബാക്കിയുള്ളത് എടുത്തെഴുതാം. അപ്പോൾ ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്, അതേപോലെ ഒന്നും മാറ്റിയിട്ടില്ല. ഇനി ഇവിടെ -2 ന്യൂ ഡാഷ് ഉണ്ട്, ഇവിടെ -2 ന്യൂ ഡാഷ് കോസ് ഫൈ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു 2 ന്യൂ ഡാഷിനെ കോമൺ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ വരിക, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവില്ലേ. അപ്പോൾ ഞാനത് ആദ്യം ഇതാണ് കോസ് ഫൈ -1 ശരിയല്ലേ. 2 ന്യൂ ഡാഷാണ് കോമൺ ആക്കി എടുത്തത്, ഇത് മൈനസാണ്. അപ്പോൾ ഈ -1 ഞാനിവിടെ എടുത്തു. അതുപോലെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് കോസ് ഫൈ ഞാനിവിടെ എടുത്തു. ഈക്വൽ ടു 2 മൈനസ് ഉണ്ടാവും അല്ലേ, ഇത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവില്ലേ. -2 ന്യൂ ഡാഷ് MEC²/h എന്ന് വരും. കറക്റ്റാണോ? ഇനി എനിക്ക് വേവ് ലെങ്ത് ഷിഫ്റ്റിനുള്ള എക്സ്പ്രഷൻ ആവണ്ടേ, എനിക്ക് ലാംഡ പ്രൈം മൈനസ് ലാംഡക്കുള്ള എക്സ്പ്രഷൻ ആവണ്ടേ, അല്ലെങ്കിൽ ഡെൽറ്റ ലാംഡ ആവണ്ടേ. അപ്പോൾ എനിക്കിവിടെ ന്യൂൻ്റെ ടേംസിലാണ്, അതിന് എനിക്ക് ലാംഡ ആക്കണം. അപ്പോൾ നമുക്കറിയാം C = ന്യൂ ലാംഡ ആണ്. അപ്പം ന്യൂ = C/λ അല്ലേ. അപ്പോൾ ന്യൂ ഡാഷ് C/λ ഡാഷ് എന്നാവും. അപ്പോൾ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, 2 × ന്യൂ എന്ന് പറഞ്ഞാൽ C/λ, ന്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ C/λ ഡാഷ്, C മാറില്ലല്ലോ, ഇൻറ്റു കോസ് ഫൈ -1 ഈക്വൽ ടു -2 ഇൻറ്റു C/λ മൈനസ് C/λ ഡാഷ് ഇൻറ്റു MEC²/h. അപ്പോൾ 2C²/λ പ്രൈം ഇൻറ്റു കോസ് ഫൈ -1, ഇവിടെ λ പ്രൈം C² ഈക്വൽ ടു -2, ഇവിടെ C കോമൺ അല്ലേ, C ഇൻറ്റു 1/λ മൈനസ് 1/λ പ്രൈം ഇൻറ്റു MEC²/h എന്ന് വരും. അപ്പോൾ ഈ C² അതുപോലെ ഈ C² നമുക്ക് കട്ട് ചെയ്യാമല്ലോ, ഇവിടെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അതുപോലെ ഈ 2 എനിക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, കോസ് ഫൈ -1 ഡിവൈഡ് ബൈ λ പ്രൈം ഈക്വൽ ടു മൈനസ് ഉണ്ട്, ഈ MEC/h ഞാനവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രാക്കറ്റിലകത്ത് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × λ പ്രൈം മൈനസ് λ × 1 λ/λ പ്രൈം എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ λ പ്രൈമും ഈ λ പ്രൈമും എനിക്ക് കട്ട് ചെയ്തൂടെ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഏകദേശം റിസൾട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൈനസ് ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുകയാണേ, മൈനസ് ഇപ്പുറത്തേക്ക് എടുത്താൽ എന്താവും, കോസ് ഫൈ -1 എന്നുള്ള എന്താവും 1 - കോസ് ഫൈ എന്നാവും, ഈക്വൽ ടു MEC/h ഇൻറ്റു λ പ്രൈം മൈനസ് λ എന്നായി. ഇപ്പോൾ കണ്ടോ, നമുക്ക് λ പ്രൈം മൈനസ് λ അല്ലേ കാണാമല്ലേ, വേവ് ലെങ്ത് ഷിഫ്റ്റ്. അപ്പോൾ അതവിടെ കിട്ടി. അപ്പോൾ λ പ്രൈം മൈനസ് λ ഈക്വൽ ടു എന്താ വരിക, എന്താ അങ്ങോട്ട് പോകില്ലേ, h/MEC ഇൻറ്റു 1 - കോസ് ഫൈ എന്ന് കിട്ടും. ഇതാണ് ദ എക്സ്പ്രഷൻ ഫോർ വേവ് ലെങ്ത് ഷിഫ്റ്റ്. ആരുടെ വേവ് ലെങ്ത് ഷിഫ്റ്റ്? ഫോട്ടോണിൻ്റെ. λ പ്രൈം മൈനസ് λ, ഇതൊക്കെ ഫോട്ടോണിൻ്റെയാണ്, ഇലക്ട്രോണായിട്ട് ബന്ധമില്ല. ഇനി ഇതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യണേ? H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റാണ്, ME എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസാണ്, C കോൺസ്റ്റൻറ്റാണ്, 1 കോൺസ്റ്റൻറ്റാണ്. ബാക്കി കോസ് ഫൈ, ഈ ഒരു ഫൈനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യണേ. അതിനർത്ഥം എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി സ്കാറ്ററിങ് ആംഗിൾ. കോംപ്റ്റൺ എഫക്റ്റിൻ്റെ പ്രത്യേകതയാണത് അല്ലേ. ദിസ് വേവ് ലെങ്ത് ഷിഫ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ആംഗിൾ ത്രൂ വിച്ച് ദ ഫോട്ടോൺ ഈസ് സ്കാറ്റേർഡ്. ഇനി അതിൻ്റെ മാക്സിമം വാല്യൂ അതുപോലെ മിനിമം വാല്യൂ ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ് ഫൈ അല്ലേ, അപ്പോൾ ഫൈക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ,
അപ്പോൾ നമ്മൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ഇട്ട് കൊടുത്താൽ, ഞാൻ ആദ്യം 90 ആണ് പറയണേ, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ഇട്ട് കൊടുത്താൽ കോസ് 90 എത്രയാണ്? 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഡെൽറ്റ ലാംഡ അല്ലെങ്കിൽ ലാംഡ പ്രൈം മൈനസ് ലാംഡ എന്താ കിട്ടുക? h/m0c ഇൻറ്റു അല്ലെങ്കിൽ MEC ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ അല്ലേ, 590 ആയാലും 0 ആയില്ലേ, അപ്പോൾ h/m0c കിട്ടും അല്ലേ. ഇതിനെയാണ് നമ്മൾ കോംപ്റ്റൺ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. ദ വേവ് ലെങ്ത് ഷിഫ്റ്റ് കറസ്പോണ്ടിങ് ടു നോർമൽ സ്കാറ്ററിങ് അല്ലേ. 90 ഡിഗ്രിയിൽ തെറിച്ച് പോവുക, അതിനാണ് നമ്മൾ കോംപ്റ്റൺ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. മറക്കരുത്, കോംപ്റ്റൺ വേവ് ലെങ്ത് h/m0c ആണ് അതിൻ്റെ എക്സ്പ്രഷൻ. ഞാൻ m0 എന്നാണ് പറയണേ, ME തന്നെയാണ്. MEയും m0യും സെയിം ആണ്. അതുപോലെ പ്രത്യേകം പറയുന്നു h/m0c ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന എക്സ്പ്രഷൻ വരാറുണ്ട്. ഇതാണ് ജനറൽ എക്സ്പ്രഷൻ, അത് ആദ്യം മനസ്സിലാക്കുക. ഡെൽറ്റ ലാംഡ അല്ലെങ്കിൽ ലാംഡ പ്രൈം മൈനസ് ലാംഡ ഈക്വൽ h/m0c ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ കോസ് ഫൈ എന്നും വരാം. ഇവിടെ തീറ്റ ആയാലും ഫൈ ആയാലും സൈ ആയാലും എന്തായാലും ഈ ആംഗിൾ എന്താണ്? സ്കാറ്ററിങ് ആംഗിൾ ഓഫ് ദി ഫോട്ടോൺ ആണ്. അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അതുപോലെ ഇനി തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആയി കഴിഞ്ഞാൽ എന്താവും? ഡെൽറ്റ ലാംഡ ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി പറഞ്ഞാൽ ഇതെന്താണ്? കോസ് 0 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 0 ആവും. അപ്പോൾ ഡെൽറ്റ ലാംഡ 0. അതിനാണ് നമ്മൾ മിനിമം വേവ് ലെങ്ത് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ ഇനി തീറ്റ ഈക്വൽ ടു പൈ അല്ലെങ്കിൽ 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ എന്താവും? 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ എന്താവും? കോസ് 180 എന്ന് പറയുന്നത് -1 ആണ് അല്ലേ. കോസ് 180 -1 ആണ്. അപ്പോൾ 1 മൈനസ് -1 എന്താവും? 2 ആവും. അപ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റ ലാംഡ ഈക്വൽ ടു 2 ഇൻറ്റു h/m0c എന്ന് കിട്ടും, അല്ലെങ്കിൽ 2 ടൈംസ് കോംപ്റ്റൺ വേവ് ലെങ്ത് എന്ന് കിട്ടും. ഇതാണ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം വേവ് ലെങ്ത് ഷിഫ്റ്റ്. അപ്പോൾ മിനിമം 0 ഡിഗ്രി ആകുമ്പോൾ, മാക്സിമം 180 ഡിഗ്രി ആകുമ്പോൾ, അതുപോലെ 90 ഡിഗ്രി ആകുമ്പോൾ ഉള്ളതിനാണ് നമ്മൾ കോംപ്റ്റൺ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പിന്നെ ഈ എക്സ്പ്രഷൻ ഇത് ഒബ്റ്റെയിൻ ചെയ്യാനാണ് എക്സാമിന് ഭൂരിഭാഗം വരാറുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോനെ ബേസ് ചെയ്തൊരു വർക്ക് ഞാൻ തരികയാണ്. അത് നിങ്ങൾ എഴുതി ഇന്ന് ഈവനിങ്ങോട് കൂടി തന്നെ സബ്മിറ്റ് ചെയ്യണം. ഈവനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 10 മണിക്ക് സബ്മിറ്റ് ചെയ്താൽ മതി, രാത്രി 10 മണി, അതിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഓഫ് കോംപ്റ്റൺ എഫക്റ്റ്. ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഓഫ് കോംപ്റ്റൺ എഫക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പിന്നെ നിങ്ങളുടെ ഈ നോട്ടിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ എൻഡിങ്ങിൽ എഴുതിയാൽ മതി. അത് എഴുതിയിട്ട് ഇന്ന് വൈകുന്നേരം 10 മണിക്കുള്ളിൽ ഞാൻ പറഞ്ഞ ഫോമാറ്റിൽ എല്ലാ പേജിലും എന്ത് വേണം? നിങ്ങളുടെ പേരും റോൾ നമ്പറും വേണം. നിങ്ങൾക്കൊരു ഫെയർ നോട്ട് ഉണ്ടല്ലോ, ആ നോട്ടിൽ തന്നെ